ചാനൽ മാക്സ് പെറ്റൽസ്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ ചാപ്റ്റർ, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ. എന്താണ് ഈ പാരലൽ ലൈൻസ്? പരസ്പരം കൂട്ടിമുട്ടാതെ പോകുന്ന വരകളെയാണ് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. രണ്ട് വരകൾക്ക് ഇടയിലുള്ള അകലം എപ്പോഴും തുല്യമായിരിക്കും. എവിടെയാണോ വര തുടങ്ങുന്നത് അവസാനിക്കുന്ന ഭാഗം വരെയും ഈ അകലം ഒരുപോലെ ആയിരിക്കും. എവിടെയും അത് കൂട്ടിമുട്ടുകയില്ല. അങ്ങനെയുള്ള ലൈനുകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. Lines which are the same distance everywhere and do not meet anywhere are called parallel lines. ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. ഇനി ഈ രണ്ട് ലൈനിനെ മറ്റൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അതിൽ എത്ര ആംഗിൾസ് വരുന്നുണ്ട് അത് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമുക്ക് മുൻപത്തെ പാഠത്തിലത്തെ ആ ലാസ്റ്റ് ഭാഗത്തിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്യാം. എന്തായിരുന്നു അത്? ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്തപ്പോൾ ഇരുഭാഗത്തുമായി 4 ആംഗിൾസ് ഉണ്ടായി. അതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായി വന്നു, 2 ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെ വന്നത് എന്താണ്? രേഖീയ ജോഡിയാണ്. അത് നിങ്ങൾക്കിതിൽ 4 എണ്ണമൊക്കെ ആയിട്ട് പറയാം. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും പോകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്നത് രേഖീയ ജോഡിയാണ് അല്ലെങ്കിൽ ലീനിയർ പെയറാണ്. അപ്പോൾ ഇതൊരു ജോഡിയാക്കാം, ഇതൊരു ജോഡിയാക്കാം, ഇതൊരു ജോഡിയാക്കാം, ഇതൊരു ജോഡിയാക്കാം. അപ്പോൾ 4 ജോഡിയാക്കി നമുക്കിതിനെ പറയാം. അപ്പോൾ ലീനിയർ പെയേഴ്സ് 4 ജോഡി ഉണ്ടാവും, ഓപ്പോസിറ്റ് ആംഗിൾസ് 2 ജോഡിയും ഉണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഈ 2 ലൈനുകൾ ഇത് പാരലൽ ലൈനാണെന്ന് വിശ്വസിക്കുക. നമ്മളിത് അളവെടുത്തിട്ടൊന്നുമല്ല വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ടത് വരച്ച് കാണിച്ചു തരാം. ഇത് മറ്റൊരു ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ ഇതിന് ഇരുഭാഗത്തുമായി നമുക്ക് 8 ആംഗിൾസ് ഉണ്ടായി. കണ്ടല്ലോ, ഈ 8 ആംഗിൾസ് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ഓരോ ആംഗിളിനും ഏതൊക്കെ ആംഗിൾസാണ് ജോഡിയായി വരുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അത് നന്നായി ശ്രദ്ധിച്ച് നോക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? 4 തരം ആംഗിൾസ് ഉണ്ടാകുന്നുണ്ട്. സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്, അൾട്രാനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ, ആന്തര സഹകോണുകൾ, ബാഹ്യ സഹകോണുകൾ, കോ ഇൻറ്റീരിയർ ആംഗിൾസ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇങ്ങനെ 4 തരത്തിലുള്ള ആംഗിൾസാണ് ഉണ്ടാകുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ചാപ്റ്റർ 1 ഇങ്ങനെ ഒരു ഫിഗറായിരുന്നു പഠിക്കാറുണ്ടായിരുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്. അതിൽ 2 ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരുന്നു. അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ് അനുപൂരകങ്ങളായിരിക്കും അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും. അത് ലീനിയർ പെയേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഈ 2 കോണുകളെ പറ്റിയാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ, അതും പാരലൽ ലൈൻസ്, പരസ്പരം കൂട്ടിമുട്ടാത്ത ലൈനുകളെ മറ്റൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്, അത് ഏതൊക്കെ തരത്തിലുള്ള ആംഗിൾസാണ് എന്ന്. ഒന്ന് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്, മറുകോണുകൾ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ആംഗിൾസ്, ആന്തര സഹകോണുകൾ, കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ബാഹ്യ സഹകോണുകൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇങ്ങനെ 4 തരത്തിലുള്ള ആംഗിൾസാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓരോ ആംഗിൾസിനും ഓരോ കളറ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആദ്യം സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കാം. സമാന കോണുകൾ എന്ന് പറയുമ്പോൾ ഒരുപോലെയുള്ള ആംഗിൾസ് ആയിരിക്കണം. മുകളിലേക്കുള്ളതാണെങ്കിൽ മുകളിലേക്കുള്ള ആംഗിളാണ് ജോഡിയായിട്ട് വരിക, അതും ഈക്വലായിട്ടുള്ളത്. താഴേക്കുള്ള ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ താഴേക്കുള്ള ആംഗിളായിരിക്കും അതിന് ജോഡിയായി വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിള് സെലക്ട് ചെയ്യാം. ഈ ഒരു ആംഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലെ മുകളിലേക്ക് നിൽക്കുന്ന അടുത്ത ആംഗിളാണ് ഇതിന് ജോഡിയായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ജോഡി നോക്കുമ്പോൾ ഈ ആംഗിൾ കണ്ടോ, അപ്പോൾ 2 ജോഡിയായി. ഇനി മൂന്നാമതൊരു ജോഡി, അടുത്തത് നാലാമത് ഒരു ജോഡി. അപ്പം 4 ജോഡി
സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. അത് ഒരുപോലെയുള്ള ഭാഗമായിരിക്കണം. മുകളിലേക്കിരിക്കുന്ന ആംഗിൾ ആണെങ്കിൽ മുകളിലേക്കുള്ളതായിരിക്കും ജോഡിയായിട്ട് വരിക, താഴത്തേക്കുള്ളതാണെങ്കിൽ താഴേക്കുള്ളത് ജോഡിയായിട്ട് വരും. 4 ജോഡി സമാന കോണുകൾ കിട്ടിയിട്ടുണ്ട്. 1 1 2 2 3 3 4 4. മനസ്സിലായല്ലോ സമാന കോണുകൾ. ഇനി അടുത്തത് മറുകോണുകൾ അല്ലെങ്കിൽ അൾട്രാനേറ്റ് ആംഗിൾസ് ആണ്. ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് നോക്കാം. മറുകോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗത്തുമുള്ള ആംഗിൾസ് ആയിരിക്കും. ഈ ഒരു ഭാഗത്തുള്ള ആംഗിളിന് ജോഡിയായി വരുന്നത് ഈ ലൈനിൻ്റെ ഇപ്പുറത്തുള്ള ആംഗിൾ ആയിരിക്കും. അത് ഈ ഒരു ആംഗിൾ സെലക്ട് ചെയ്യാണെന്ന് നോക്കിയാൽ നമ്മൾ ഈ ഒരു ആംഗിൾ അതിന് സമാനമായി വരുന്നത് അടുത്ത ഒരു ആംഗിൾ ഏതായിരിക്കും? ഈ ഭാഗത്ത് വരുന്നത് ഈ ആംഗിളാണ്. കണ്ടോ? ഇതാണ് ഒന്നാമത്തെ ജോഡി മറുകോണുകൾ അല്ലെങ്കിൽ അൾട്രാനേറ്റ് ആംഗിൾ. സെക്കൻഡ് വൺ എന്തായിരിക്കും? അടുത്ത ഒരു ജോഡി വരുന്നത് ഇതായിരിക്കും. രണ്ടാമത്തെ ജോഡി കിട്ടി. എന്താണ്? ഒരു വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലുള്ള ആംഗിൾസാണ് ഈക്വലായി വരുന്നത്. ഇത് മൂന്നാമത്തെ ജോഡിയായി സെലക്ട് ചെയ്താൽ ഇതാണ് മൂന്നാമത്തെ ജോഡിയായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ജോഡി 4. ഇതെത്ര എണ്ണമുണ്ട്? 4 ജോഡി. ഇവിടെ എഴുതണുണ്ട് കേട്ടോ. കറക്റ്റായിട്ടുള്ളത് ഈ സെയിം കളർ കൊണ്ടാണ് എഴുതണത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്തുള്ളതാണ് അല്ലേ? ആന്തര സഹകോണുകൾ. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതാണ്. അപ്പോൾ ഇതാണ് പുറം ഭാഗം നിൽക്കുന്നത്, ഇത് ഉൾഭാഗമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ആയിരിക്കും കോ ഇൻറ്റീരിയർ. 2 ജോഡി വീതമാണുള്ളത്. അപ്പോൾ ഇതാണ് ഒരെണ്ണം വരുന്നത്. കോ ഇൻറ്റീരിയറിന് വരുന്നത് ഇതാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുക 180 ഡിഗ്രിയാണ്. ഈ മറുകോണുകളോ അല്ലെങ്കിൽ അൾട്രാനേറ്റ് ആംഗിൾസോ സമാന കോണുകളും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. 2 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കും ജോഡിയായിട്ട് വരുന്നത്. ഇവിടെ 2 ആംഗിൾസിൻ്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് ഒന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അടുത്ത ആംഗിൾ വരുന്നത്. ഒരു ജോഡി, ഇത് രണ്ടാമത്തെ ജോഡി. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾസ് കിട്ടിയല്ലോ. 2 ജോഡി ഇൻറ്റീരിയർ അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ. ഇനി ബാഹ്യ സഹകോണുകളാണ് അടുത്തത്. അതേതായിരിക്കും? ബാഹ്യ സഹകോണുകൾ. ഒരു ജോഡി ഇതാണ് 1 1. അടുത്ത ഒരു ജോഡി ഇതാണ് 2. അപ്പോൾ 2 ജോഡി ബാഹ്യ സഹകോണുകൾ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് കിട്ടി. ഇനി ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് ഓരോ ചിത്രങ്ങൾ വരച്ച് വീണ്ടും നോക്കാം. ആദ്യം നമുക്ക് സമാന കോണുകൾ നോക്കാം, പിന്നെ മറുകോണുകൾ, ആന്തര സഹകോണുകൾ, ബാഹ്യ സഹകോണുകൾ. ഇതെല്ലാം നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ചിത്രത്തിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നോക്കാം. അടുത്തത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകളാണ്. ഇതാണ് 2 പാരലൽ ലൈൻസിനെ മറ്റൊരു വര കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് എല്ലാ എൻഡിനും നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഓരോ ആംഗിൾസ് വീതം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി അടുത്ത ആംഗിൾസ് എത്രയൊക്കെ ആയിരിക്കും എന്ന് നോക്കാം. ഈ ഒരു ഫിഗർ തന്നെയാണ് ഇത് എല്ലാം. 2 പാരലൽ ലൈൻസിനെ മറ്റൊരു വര കൊണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഓരോന്നിലും ഏതൊക്കെയാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ
ഒരു ജോഡി സമാന കോണുകൾ. കണ്ടോ, അത് ഈക്വലാണ്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ ഈക്വലാണ്. ഒരു ജോഡി നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തൊരു ജോഡി ഏതായിരിക്കും? രണ്ടാമത്തെ ജോഡി. കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ ജോഡി ഏതായിരിക്കും? മൂന്നാമത്തെ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. ഇനി നാലാമത്തെ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതായിരിക്കും? കണ്ടോ, നാലാമത്തെ ജോഡി. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എത്ര ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്? 4 ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. ഇനി അവ എങ്ങനെ എഴുതാമെന്നൊന്ന് നമുക്ക് നോക്കാം. ഇനി ഈ പേരുകളൊക്കെ ഇതുപോലെ തന്നെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം എഴുതണം. എല്ലാ ചിത്രത്തിലും പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ EGB ആംഗിൾ EGB ആൻഡ് അടുത്തത് GHD ആംഗിൾ GHD. അടുത്ത ചിത്രത്തിലേക്ക് പോവാം. ഇനി ഈ സൈഡിലേക്കുള്ളതാണ് അല്ലേ? EGA ആംഗിൾ EGA ആൻഡ് GHC ആംഗിൾ GHC. അടുത്തത് എങ്ങനെയാണ്? AGH ആംഗിൾ AGH ആൻഡ് ആംഗിൾ CHF ആംഗിൾ CHF. അടുത്ത ഫിഗർ നോക്കാം. BGH ആംഗിൾ BGH ആൻഡ് ആംഗിൾ DHF ആംഗിൾ DHF. മനസ്സിലായല്ലോ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. നമുക്ക് 4 ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെങ്കിൽ സമാന കോണുകളാണ് ഈ ചിത്രത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ആംഗിൾസ് ആണ്. അതിന് ഓരോന്നിനും എത്ര ഡിഗ്രി വീതമാണെന്നും കൂടെ നോക്കാം. ഇവിടെ 50 ഡിഗ്രി 130 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതും 50 ഡിഗ്രി ആയിരിക്കും. ഈ 130ന് ഓപ്പോസിറ്റും 130 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. ഇവിടെ നമുക്ക് എന്താണ്? EGB എന്നുള്ള ഈ ആംഗിൾ 50 ഡിഗ്രി ആയപ്പോൾ അതിന് ജോഡി വന്നിരിക്കുന്നത് ആരാണ്? GHD ആണ്. കണ്ടോ, EGB എന്ന ആംഗിളിന് ജോഡിയായി വന്നിരിക്കുന്നത് GHD എന്ന ആംഗിളാണ്. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി ഈ ചിത്രത്തിലേക്ക് വീണ്ടും നോക്കൂ. AGE 130 ഡിഗ്രിയാണ് അല്ലേ? AGE 130 ഡിഗ്രി ആണെങ്കിൽ അതിന് ഈക്വലായി വരുന്നത് CHGയും 130 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തതും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ 50 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇവിടെ 50 ഡിഗ്രിയാണ്. അപ്പം ഇതും 50 ഡിഗ്രി ആയിരിക്കും. അടുത്തതിൽ 130ന് ഓപ്പോസിറ്റ് എത്രയാണ്? 130 ഡിഗ്രിയാണ്. ഇതും 130 ഡിഗ്രിയാണ്. അപ്പോൾ 4 ജോഡിയും എന്താണ്? ഈക്വൽ ആംഗിൾസ് ആണ്. മനസ്സിലായല്ലോ. അടുത്തത് അൾട്രാനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ. ഇതും 4 ജോഡി വീതമാണ് ഉള്ളത്. ഇവിടെ 50 ഡിഗ്രി ആംഗിളിന് ജോഡിയായി വരുന്നത് ഈ ഭാഗത്തുള്ള ആംഗിളാണ്. അതും 50 ഡിഗ്രി തന്നെയാണ്. കാരണം എന്താണ്? ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിൾസാണ് ഈക്വലായിട്ട് വരുന്നത്, ജോഡിയായി വരുന്നത്. ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്ത ആംഗിള് ഈ 2 ആംഗിൾസാണ്. ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഇതും 130 ഡിഗ്രിയാണ്. അപ്പോൾ അൾട്രാനേറ്റ് ആംഗിൾസും ഈക്വലാണ്. ഇനി അടുത്തത് നോക്കാം. ഈ ഒരു ആംഗിളിന് ഈക്വലായി വരുന്നത് ഈ ആംഗിളാണ്. ഇത് എത്ര ഡിഗ്രി വീതമാണ്? 50 ഡിഗ്രി വീതം. അടുത്തത് നോക്കാം. ഈ ആംഗിളിന് ഈക്വലായി വരുന്നത് ഈ ആംഗിളാണ്. കണ്ടല്ലോ. അപ്പോൾ 4 ജോഡി
അൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കതൊന്ന് എഴുതാം. എങ്ങനെയാണ് എഴുതേണ്ടത്? ആംഗിൾ ഇ ജി ബി, ആംഗിൾ ഇ ജി ബി ആൻഡ് ആംഗിൾ സി എച്ച് എഫ്, ആംഗിൾ സി എച്ച് എഫ്. അടുത്തത് ആംഗിൾ എ ജി ഇ, ആംഗിൾ എ ജി ഇ ആൻഡ് ആംഗിൾ ഡി എച്ച് എഫ്, ആംഗിൾ ഡി എച്ച് എഫ്. അടുത്തത് നോക്കൂ, എ ജി എച്ച്, ആംഗിൾ എ ജി എച്ച് ആൻഡ് ആംഗിൾ ജി എച്ച് ഡി, ആംഗിൾ ജി എച്ച് ഡി. അടുത്തത് നോക്കൂ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബി ജി എച്ച്, ആംഗിൾ ബി ജി എച്ച് ആൻഡ് ആംഗിൾ സി എച്ച് ജി, ആംഗിൾ സി എച്ച് ജി. കിട്ടിയല്ലോ. അടുത്തത് ആന്തര സഹകോണുകളാണ്, അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉൾഭാഗമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസാണ് ജോഡിയായി വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ജോഡി ഇതാണ്, 1 1. കണ്ടോ? ഇനി അടുത്ത ജോഡി വരുന്നത് ഈ ഭാഗത്തുള്ളതാണ്. അപ്പോൾ 2 ജോഡി ഇൻറ്റീരിയർ ആംഗിൾസാണ് ഉള്ളത്. അത് നമുക്ക് പേരെഴുതാം. ഏതൊക്കെയാണ്? ബി ജി എച്ച്, ആംഗിൾ ബി ജി എച്ച് ആൻഡ് ആംഗിൾ ജി എച്ച് ഡി. അടുത്ത ആംഗിൾ ഏതാണ്? എ ജി എച്ച്, ആംഗിൾ എ ജി എച്ച് ആൻഡ് ആംഗിൾ സി എച്ച് ജി. അടുത്തത് ബാഹ്യ സഹകോണുകൾ അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇതിൽ പുറത്തുള്ള ആംഗിൾസ് ആയിരിക്കും ജോഡിയായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ആംഗിളിന് ജോഡിയായി വരുന്നത് ഈ ആംഗിൾ ആയിരിക്കും. ഇനി ഈ ഭാഗത്തുള്ളതിന് ഈ ആംഗിൾ ജോഡിയായി വന്നു. 2. നമുക്ക് 2 ജോഡി എക്സ്റ്റീരിയർ ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പേര് എഴുതിയാലോ? ആംഗിൾ ഇ ജി ബി, ആംഗിൾ ഇ ജി ബി ആൻഡ് ആംഗിൾ ഡി എച്ച് എഫ്. അടുത്തത് എ ജി ഇ ആൻഡ് ആംഗിൾ സി എച്ച് എഫ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തുക 180 ഡിഗ്രി വീതം ആയിരിക്കും. കോ എക്സ്റ്റീരിയർ ആയാലും കോ ഇൻറ്റീരിയർ ആയാലും തുക 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത ടോപ്പിക്ക് നോക്കാം. ചതുരവും സാമാന്തരികവും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആൻഡ് പാരലോഗ്രാം. ഇതാണ് ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഇതാണ് പാരലോഗ്രാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, അല്ലേ? എതിർവശങ്ങൾ തുല്യം. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ദെൻ ഓൾ സൈഡ്സ് പെർപെൻഡിക്കുലർ, അല്ലേ? എല്ലാ വശങ്ങളും ലംബമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പെർപെൻഡിക്കുലർ ആണ്. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യം. എതിർവശങ്ങൾ ലംബമായിരിക്കും. എല്ലാ കോണുകളും തുല്യമായിരിക്കും. അത് 90 ഡിഗ്രി വീതമായിരിക്കും. എന്തുകൊണ്ടാണ് 90 ഡിഗ്രി ആയത്? അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ഇനി എന്താണ് പാരലോഗ്രാം? പാരലോഗ്രാം എന്താണ്? 4 വശങ്ങളും 4 ആംഗിൾസും ഉള്ള ഫിഗർ തന്നെയാണ്. പക്ഷേ 90 ഡിഗ്രി ആയിരിക്കില്ല എന്ന് മാത്രം. കണ്ടോ? ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കില്ല. ഇതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ: ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, എന്നാൽ നിയറസ്റ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസിൻ്റെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസിൻ്റെ തുക ഈക്വലുമായിരിക്കും. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ്
ഈക്വലുമായിരിക്കും, ഒപ്പം പാരലലുമായിരിക്കും. സമാന്തരമായിരിക്കും, ഈക്വലും ആയിരിക്കും. അതാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യം. നിയറസ്റ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി. അടുത്തടുത്ത കോണുകൾ അനുപൂരകങ്ങൾ ആയിരിക്കും.